കപ്പയും വാഴപ്പിണ്ടിയും കൂടി അസ്ത്രം വയ്ക്കുവാനായി നമുക്ക് കപ്പ, സവാള, ഒരു കിഴങ്ങ്, ഒരു ഓമയ്ക്ക തുടങ്ങിയവ വാഴപ്പിണ്ടിയൊക്കെ വേണം. പിന്നെ നമ്മുടെ കപ്പ ചെറുതായി കൊത്തി ഇട്ട് ഓമയ്ക്കായും മറ്റുള്ള കഷ്ണങ്ങളൊക്കെ ചതുരത്തിൽ അരിഞ്ഞ് അതിനുശേഷം കുറച്ച് ചീരച്ചേമ്പിൻ്റെ ഇലയും കൂടി അരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കഷ്ണമെല്ലാം കഴുകി വൃത്തിയാക്കി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് വെള്ളമൊഴിച്ച് അടുപ്പിൽ വേകാൻ വെക്കണം. ഉപ്പ് ചേർത്താൽ കഷ്ണം വെന്ത് വരാൻ താമസിക്കും എന്ന് തന്നെയല്ല, കഷ്ണങ്ങൾ നന്നായി വെന്തുടയുകയുമില്ല. അതിനാൽ ഉപ്പ് പിന്നീട് അരപ്പിൻ്റെ കൂടെ ചേർത്താൽ മതി. മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ നമ്മുടെ കഷ്ണത്തിലേക്കിട്ട് അതും കൂടി നന്നായി വേവിക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇതെല്ലാം നന്നായി വെന്തതിന് ശേഷം വേണം നമ്മുടെ അരപ്പ് ചേർക്കാൻ. ഇത് അരപ്പ് ചേർത്ത് തിളച്ച ശേഷം നമുക്ക് കുറച്ച് കടുകും കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞത് മൂപ്പിച്ച് ചേർത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതവിടെ നിന്നും കുറുകും. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അത് നന്നായി കുറുകി കിട്ടും. അരപ്പുണ്ടാക്കുവാനായി നമ്മൾ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ്, ചുമന്നുള്ളി ഇവയെല്ലാം കൂടി നന്നായി അരയ്ക്കുക. അതിനുശേഷം ആ അരപ്പ് ചേർത്ത് നന്നായിട്ട് വെന്തതിന് ശേഷം നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് നോക്കിയതിന് ശേഷം ഒരല്പം നമുക്ക് ചേർക്കാം. എന്നിട്ട് നമുക്ക് വാങ്ങി വെക്കാം. പിന്നെ കടുകുകൂടി വറുത്ത് ചേർത്ത് കഴിയുമ്പോൾ രുചികരമായ അസ്ത്രം റെഡിയാകും. എല്ലാത്തരം വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയ ഇലകളും പച്ചക്കറികളും എല്ലാം ചേർന്ന ഈ അസ്ത്രം ഇടയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം വാഴപ്പിണ്ടി തോരനൊക്കെ വെച്ചാൽ കഴിക്കാൻ മടിയുള്ള പല ആളുകളുമുണ്ട്. എന്നാൽ ഇങ്ങനെ അസ്ത്രം വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് വാഴപ്പിണ്ടി ഉണ്ടെന്ന് പോലും മറ്റുള്ളവർ അറിയില്ല. അതുപോലെ എല്ലാ സാധനങ്ങളും വെന്ത് ചേർന്ന് വന്നു കഴിഞ്ഞാൽ വളരെ രുചികരമാണ് ഈ അസ്ത്രം. വളരെ ചിലവ് കുറഞ്ഞതും രുചികരവുമായ ഇത്തരം ഭക്ഷ്യസാധനങ്ങൾ നമ്മൾ